ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എപ്പിസോഡാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. അങ്ങനെ ശ്രുതി എടുത്ത് അശ്വം പറയുന്നുണ്ട്, നീ ഈ വീട്ടിൽ നിന്ന് പോകരുത് എന്നൊക്കെ പറയുന്ന ഭാഗമാണല്ലോ നമ്മൾ വെള്ളിയാഴ്ച കണ്ടത്. അതിനുശേഷം തിങ്കളാഴ്ച കാണാൻ പോണത് രാവിലെ അശ്വിൻ എഴുന്നേൽക്കുമ്പോഴേക്കും ശ്രുതിനെ അവിടെയൊന്നും തന്നെ കാണുന്നില്ല കേട്ടോ. അശ്വിനെ മനസ്സിലാവും ശ്രുതി എവിടെയാണ് പോയെന്ന്. സ്വന്തം വീട്ടിലേക്കല്ലാതെ ശ്രുതി വേറെ എവിടെയും പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അശ്വിൻ വേഗം തന്നെ വണ്ടി എടുത്തിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാണ്. അതേസമയം രാവിലെ തന്നെ നമ്മുടെ അമ്മായി ആണെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാലും എൻ്റെ കൃഷ്ണ, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ കാണണമെന്ന് വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും ഇവളെൻ്റെ മുമ്പിൽ വന്നല്ലോ. അതേ അമ്മായി, എനിക്ക് ഭഗവാൻ കൃഷ്ണൻ ഒരു അരുൾ തന്നു, അമ്മായിനെ കാണാൻ പെട്ടെന്ന് വരണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഓ, വായെടുത്താൽ നിനക്ക് ഇങ്ങനത്തെ വർത്തമാനം മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മായി. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അമ്മായി ഞാൻ എന്തായാലും വന്നില്ലേ, ആ ശരിയാ, ഞാൻ പ്രേമിയുടെ ഏട്ടനേക്ക് ഒന്ന് വിളിച്ചിട്ട് വരാം, നീ ഇവിടെ നിൽക്ക് എന്ന് പറയാണ്. ശേഷം അമ്മായി അകത്തേക്ക് പോകുമ്പോഴേക്കും തന്നെ ശ്രുതി എടുത്ത് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് ഭഗവാനേക്കൊന്ന് ആരതി ഒഴിയാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അകത്ത് കയറി പോണത്. അങ്ങനെ ശ്രുതി ഇങ്ങനെ ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വാതിൽ തള്ളി തുറന്നിട്ടാണ് അശ്വിൻ വരുന്നത്. വാതിൽ തള്ളി തുറക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് അത് വേറെ ആരുമല്ല, അശ്വിൻ തന്നെയാണെന്ന്. പക്ഷേ ഭഗവതിനെ ആരതി ഒഴിയണ സമയമല്ലേ, ശ്രുതിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ. ശ്രുതി അങ്ങനെ ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി നീ എന്ത് പണിയാ കാണിച്ചത് എന്നിട്ട് പറഞ്ഞിട്ട് ശ്രുതിനെ ഭയങ്കര വഴക്ക് പറയട്ടെ. ഹോ, നിന്നെ കൂടി ഞാൻ തോറ്റു, വാട്ട് ദി ഹെൽ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ എന്നെ തിരിഞ്ഞു നോക്കാത്തത്, ഞാൻ സംസാരിക്കുന്ന സമയത്ത് മുഖം തിരിച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ച് തിരിക്കുമ്പോഴാണ് അശ്വിനെ മനസ്സിലാണത് ശ്രുതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കയ്യിൽ ഇങ്ങനെ ആരതിയേക്കിടുന്നു. ഓ സോറി എന്ന് അശ്വിൻ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നമ്മുടെ അമ്മായി അങ്ങോട്ടേക്ക് വരും കേട്ടോ. എൻ്റെ മോൻ അശ്വിൻ മോനെ, നീ ഇവിടെ എന്തിനാ വഴക്ക് പറഞ്ഞത്, എനിക്കറിയാം ഈ കിറുക്കി പെണ്ണ് അവിടെ നിങ്ങളടുത്ത് പറയാതെ ആയിരിക്കും ഇങ്ങോട്ട് വന്നേലേ, എനിക്ക് അപ്പോഴേ തോന്നി ഇവിടെ അവിടുത്തെ ആർത്തും പറയാതെ രാവിലെ തന്നെ എഴുന്നേറ്റ പാടെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നേന്ന്. ഇവിടെ കണ്ടാലറിയാം ഇവിടെ കുളിച്ചിട്ടില്ല നനച്ചിട്ടില്ലെന്ന്. രാവിലെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുക. ആ പിന്നെ അവൾക്കും ഉണ്ടാവില്ല അശ്വിൻ മോനെ ആഗ്രഹങ്ങളൊക്കെ. നിനക്കൊരു കാര്യം അറിയാവോ അശ്വിൻ മോനെ, ഇവളെ ഇത്രയും വർഷം അവളുടെ ജന്മദിനം അല്ലേ, ആ ജന്മദിനത്തിനൊക്കെ അവൾ ഫസ്റ്റ് ആ ദിവസം രാവിലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്വീറ്റ്സ് വാങ്ങി കഴിച്ചിട്ടാണ് അവൾ ജന്മദിന ദിവസം കൊണ്ടാടുന്നത്, അതായത് ആഘോഷിക്കുന്നത്. ഇന്ന് അവളുടെ ജന്മദിനമാണല്ലോ, രാവിലെ തന്നെ അവൾക്ക് ഓർമ്മ ഒന്ന് കാണുമായിരിക്കും അവളുടെ അമ്മായിനെ അമ്മേനെയൊക്കെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് അവൾ ഓടി വന്നത്. ആദ്യത്തെ വിഷ് ഞങ്ങളുടെ വായനയാണ് അവൾ കേൾക്കാറ്. എടി പൊട്ടിപ്പെണ്ണെ, ഈ പ്രാവശ്യം നിന്റെ ഭർത്താവായിട്ടുള്ള പിറന്നാളല്ലേ, അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് നിന്നല്ലേ നീ ആദ്യ വിഷ് കേൾക്കേണ്ടത് എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് അശ്വിനാകെ ഷോക്കായി പോട്ടോ. ശ്രുതി ഇന്ന് നിൻ്റെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് പറയണ്ട്, അമ്മായി അടുക്കളയിൽ എന്തോ പണിയുണ്ടല്ലോ, ഞാനും കൂടി സഹായിക്കാം എന്ന് പറയാണ്. അശ്വിനോട് അമ്മായി ചോദിക്കണ്ട, അല്ല മോനെ നീ കഴിച്ചിട്ടല്ലേ പോകുള്ളൂ. ഇല്ല അമ്മായി, എനിക്ക് പെട്ടെന്ന് കഴിച്ചിട്ടല്ലേ പോകുള്ളൂ എന്ന് അമ്മായി ചോദിക്കുമ്പോൾ കഴിച്ചിട്ടേ പോകുള്ളൂ അമ്മ, കഴിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയാണ്. ശേഷം അശ്വിൻ പറയണ്ട, അതല്ല അമ്മായി ഇന്ന് ശ്രുതിയുടെ പിറന്നാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ദൈവമേ, ഇത് എന്തൊരു മനുഷ്യനാ, സ്വന്തം ഭാര്യയുടെ പിറന്നാൾ പോലും നിനക്ക് അറിയില്ലെന്നോ. എൻ്റെ കൃഷ്ണ, ഇതുപോലത്തെ ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. എനിക്കുണ്ടായിരുന്നൊരു ഭർത്താവ്, എൻ്റെ പിറന്നാളൊന്നും ഒരു ഓർമ്മയില്ല, എല്ലാം അങ്ങ് മറന്നു പോകും. പക്ഷെ ഭയങ്കര മുൻകോപിക്കാരനാ അശ്വിനെ, നിന്നെ പോലെ തന്നെയായിരുന്നു എൻ്റെ ഭർത്താവ്. മുൻകോപം വെച്ചാൽ ഭയങ്കര മുൻകോപം, പക്ഷെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നിന്റെ സ്വഭാവമൊക്കെ കാണുമ്പോൾ എനിക്ക് അയാൾ അങ്ങോട്ട് ഓർമ്മ വരും, അദ്ദേഹത്തെ ഓർമ്മ വരും. എവിടെയെങ്കിലും ഒരു തന്നെ എന്നെ കാണുന്നുണ്ടാവുമായിരിക്കും എന്നൊക്കെ അമ്മായി ഇങ്ങനെ പറയാണ്. ശേഷം അമ്മായി പറഞ്ഞിട്ട്, എന്തായാലും നീ അവളെ പിറന്നാൾ മാറുന്നത് ഭയങ്കര മോശമായി പോയി, നീ അവളെ വിഷ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അമ്മായി. അപ്പോൾ കൊള്ളാലോ, നീ വിഷ് ചെയ്തിട്ടുമില്ല, അപ്പോൾ ഞാൻ നിന്നോട് പിണക്കമാണ്, നിന്നോട് ഞാൻ ഭയങ്കര പിണക്കമാണ് എന്ന് പറയാണ്. നീ ആദ്യം നിൻ്റെ ഭാര്യൻ്റെ അടുത്ത് പോയി വിഷ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അശ്വിന എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, അശ്വിന അവിടെ നിൽക്കുന്ന സമയത്ത് അമ്മായിനെ ശ്രുതി വിളിക്കുകയാണ്. ശേഷം അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അമ്മായിയുടെ ശ്രുതി പറയുന്നുണ്ട്, അതെ അമ്മായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോ രാജകുമാരി എന്ന് പറയണം. അത് ചില സമയത്ത് അമ്മായി നമ്മുടെ ശ്രുതിനെ രാജകുമാരി എന്നൊക്കെ വിളിക്കാറുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രുതി പറയണ്ട, അതെ ഈ അശ്വിൻ സാർ ഉണ്ടല്ലോ, ഇതുവരെ ബർത്ത്ഡേക്ക് ആരെയും വിഷ് ചെയ്തിട്ടില്ല. എൻ്റെ ഭഗവാനെ കൃഷ്ണ, ഞാൻ എന്തേ കേൾക്കണത്, ഇതുവരെ ആരെയും വിഷ് ചെയ്തിട്ടില്ലെന്നോ. അതേന്നേ, എൻ്റെ അടുത്ത് ലാവണ്യ മേഡം പറഞ്ഞതാണേ, അശ്വിൻ സാർ ഇതുവരെ ആരെയും ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാറില്ലെന്ന്. ഓ എൻ്റെ കൃഷ്ണ, വെറുതെ അല്ല, നിൻ്റെ പിറന്നാളെന്ന് പറഞ്ഞപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ പോലും അശ്വിൻ മോൻ ബുദ്ധിമുട്ടണേ അല്ലേ. അത് തന്നെ എന്ന് പറയാണ്. അപ്പം അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നൊരു, ശ്രുതി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? എന്താ വേണ്ടത്? അപ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലായി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയണമെന്നുണ്ട്, വായെന്ന് വരാത്തെന്ന് ശ്രുതിക്ക് മനസ്സിലായി. എന്താ വെള്ളം വേണോ, വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അപ്പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് അമ്മായി വരുന്നുണ്ട്. ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് അമ്മായി പോയിട്ട് അടുക്കളയിൽ നിന്ന് അമ്മായി ഇങ്ങനെ ശ്രുതിനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ അശ്വിനെ ദൂരത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അശ്വിൻ കൈ കഴുകാൻ വേണ്ടി പോവാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അടുക്കളയിൽ ഒച്ച കേൾക്കുമ്പോൾ അശ്വിൻ അവിടേക്ക് നോക്കുമ്പോൾ അമ്മായി ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ ഒഴിഞ്ഞിടുവാണ്. ഒഴിഞ്ഞിടുന്ന സമയത്ത് കുറച്ച്, അതായത് വീട്ടിൽ പോകുമ്പോൾ പ്രീതിക്കും ആ വീട്ടുകാർ
വീട്ടുകാർക്കൊക്കെ പിറന്നാളിൻ്റെ ഒരു സ്വീറ്റ്സ് ആയിട്ട് ലഡു, അതായത് ഒരുപാട് ലഡു ഉണ്ട് കേട്ടോ. ആ ലഡു എല്ലാം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ ബാഗിലേക്ക് അമ്മായി കയറ്റി വെക്കുന്നുണ്ട്. ശ്രുതി ആ ബാഗ് എടുക്കുമ്പോൾ തന്നെ ബാഗ് കീറിപ്പോവാട്ടോ. അപ്പോൾ ശ്രുതി പറയണ്ട, എൻ്റെ അമ്മ ഇത്ര ഒരു കുന്ന് ലഡു, അത് കല്ല് പോലത്തെ കനമുള്ള ലഡു വെച്ചിട്ട് നോക്കിയേ എൻ്റെ ബാഗ് കീറിപ്പോയി എന്ന് പറയണം. അമ്മായി പറയണ്ടേ, എൻ്റെ ശ്രുതി ഈ ബാഗ് എത്ര വർഷമായി നീ ഉപയോഗിക്കുന്നത്? ഒരു 6-7 വർഷമെങ്കിലുമായി. ഈ ബാഗ് നിനക്ക് ഇനിയെങ്കിലും മാറ്റിക്കൂടെ ശ്രുതി? ഞാൻ ലഡു വെച്ചിട്ടൊന്നല്ല നിൻ്റെ ബാഗ് കീറിയത്. നിൻ്റെ ബാഗ് ഒരു പഴഞ്ചൻ ബാഗാ. 10-150 ഒരു ബാഗും വാങ്ങിച്ച് 7 വർഷം ഉപയോഗിച്ച് ചെയ്ത് ഇപ്പം എനിക്ക് കുറ്റമായോ എന്ന് അമ്മായി പറയുമ്പോൾ, എൻ്റെ അമ്മായി എന്നാലും എൻ്റെ ബാഗ് കീറിപ്പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിനെ പെട്ടെന്നൊരു തോന്നുവാട്ടാ, ആ കൊള്ളാം അവളുടെ ബാഗ് കീറി, അപ്പോൾ അവൾക്കൊരു ബാഗ് മേടിച്ചു കൊടുക്കാം എന്ന് അശ്വിൻ വിചാരിക്കുകയാണ്. അശ്വിൻ അപ്പം തന്നെ അശ്വിൻ്റെ മാനേജറെ വിളിച്ചിട്ട് ഈ കാര്യം പണ്ടൊരു ബാഗ് മേടിച്ചിട്ട് അയച്ചു തരണമെന്ന് വേണ്ടി പറയാണ്. അങ്ങനെ അശ്വിൻ്റെ മാനേജർ അശ്വിന് ആ ബാഗ് അയച്ചു കൊടുക്കാട്ടത് അയച്ചു ഒരാളെ കൈ കൊടുത്തു വിടുകയാണ്. അങ്ങനെ ഗിഫ്റ്റ് അശ്വിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ അടുത്ത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ശ്രുതി അത് സന്തോഷത്തോടെ വാങ്ങിക്കണ്ട. അപ്പം അമ്മായിയും അതുപോലെ തന്നെ നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞ, ആഹാ നിനക്ക് വലിയ ഗിഫ്റ്റാണോടെ നിൻ്റെ ഭർത്താവ് തന്നിരിക്കുന്നത് എന്ന് പറയാണ്. ശ്രുതി ആ ഗിഫ്റ്റിൻ്റെ സൈഡിൽ നോക്കുമ്പോഴേക്കും അതിൽ അമൽജിത്ത് എന്ന് എഴുതി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ശ്രുതി, അമൽജിത്ത് അത് നിങ്ങളുടെ മാനേജറല്ലേ? അതെ, അയാളോട് ഞാൻ ബാഗ് മേടിക്കാൻ പറഞ്ഞത്. ഓഹോ, അപ്പോൾ അമൽജിത്താണ് ബാഗ് മേടിച്ചല്ലേ? ശരി, കുറേ നാളായി ഞാൻ അമൽജിത്ത് ചേട്ടനെ കണ്ടിട്ട്. എന്നിട്ട് ഫോൺ എടുക്കുകയാണ്. ഹലോ അമൽജിത്ത് ചേട്ടാ, എൻ്റെ പിറന്നാളായിട്ട് എനിക്ക് ബാഗ് വാങ്ങിച്ചെന്നല്ലോ, വളരെ ഉപകാരം ചേട്ടാ. അശ്വിൻ സാർ പറഞ്ഞിട്ടാണെന്നോ? അതാരെങ്കിലും പറഞ്ഞിട്ടാവട്ടെ, എന്തായാലും അമൽജിത്ത് ചേട്ടനല്ലേ എൻ്റെ കൈ സെലക്ട് ചെയ്തിട്ട് തന്നു വിട്ടത്, വളരെ നന്ദിയുണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. അത് കേൾക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരും കേട്ടോ. അശ്വിൻ ശ്രുതിനെ പിടിച്ചിങ്ങനെ മാറ്റിയിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഈ ബാഗ് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചെന്ന ബാഗാണ്. ആഹോ, അപ്പോൾ അശ്വിൻ സാറാണോ ഈ ബാഗ് മേടിക്കാൻ വേണ്ടി അമൽജിത്തിൻ്റെ കൂടെ പോയത്? അല്ല അശ്വിൻ സാറാണോ ഈ ബാഗ് സെലക്ട് ചെയ്തത്? അല്ല ഇത് ഈ കവറിലിട്ടത് അശ്വിൻ സാറാണോ? അല്ല. അപ്പം ഈ ബാഗ് മേടിച്ചത് പൈസ കൊടുത്തത് മാത്രം അശ്വിൻ സാറ്, ബാഗ് സെലക്ട് ചെയ്തത് മേടിച്ചത് പെട്ടിയിലാക്കി തന്നതൊക്കെ ആ ചേട്ടനല്ലേ? അപ്പം ആ ചേട്ടനല്ലേ മേടിച്ച് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. പിന്നീട് ശ്രുതി എടുത്ത് അശ്വിൻ പറയുന്നത്, അശ്വിൻ ഇങ്ങനെ എല്ലാവർക്കും ആ ബാഗ് ശ്രുതി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞിട്ട് നല്ല ബാഗാണല്ലോടി, നല്ല വിലയുള്ള ബാഗാണല്ലോടി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ബാഗൊക്കെ നോക്കാട്ടോ. പിന്നെ ശ്രുതി അശ്വിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. അശ്വിനോട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, നല്ല ബാഗാ, ഒരുപാട് വിലയായി കാണുമല്ലേ, ഇത് ഏത് കടന്നാണ് മേടിച്ചത്? ആ കടക്കാരൻ കുറച്ച് കത്തിയായിരിക്കും അല്ലേ, എത്ര വാങ്ങിച്ചു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ബാഗിന് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അശ്വിൻ പറയണ്ട്, ഈ ബാഗിന് 2 ലക്ഷം രൂപയായി. ശ്രുതി 2 ലക്ഷം രൂപയോ? എൻ്റെ അമ്മേ 2 ലക്ഷം രൂപയുടെ ബാഗോ? അതെ, ഇത് ബ്രാൻഡഡാ ശ്രുതി എന്ന് പറയാണ്. ദൈവമേ, ഞാൻ വീട്ടിലെ സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ബാഗ് വാങ്ങിക്കണത്, എനിക്ക് ആ സഞ്ചി ബാഗ് തന്നെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അശ്വിനെ ദേഷ്യം വരും കേട്ടോ. അശ്വിനിങ്ങനെ നോക്കും. എന്നാൽ നോക്കുമ്പോൾ അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എനിക്ക് വല്ല സഞ്ചി ബാഗ് മതിയായിരുന്നു, സാധനങ്ങൾ ഇട്ട് വെക്കാനല്ലേ, അല്ലാതെ വീട് ഇട്ട് വെക്കാനൊന്നും അല്ലല്ലോ ബാഗ്. എന്നാൽ 2 ലക്ഷം രൂപയുടെ ബാഗ് ശ്രുതി, ഇത് ബ്രാൻഡഡ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയില്ലേ, നിനക്ക് ഇഷ്ടമില്ലേ, അതുപോലെ എന്നാലും 2 ലക്ഷം രൂപയുടെ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശരിക്കും അശ്വിനെ ചിരിയും വരുന്നുണ്ട്, എന്നാലും ശ്രുതിയുടെ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. അത് 2 ലക്ഷം രൂപയുടെ ബാഗെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖമൊക്കെ ഒന്ന് കാണണം കേട്ടോ. എനിക്ക് ആ സഞ്ചി തന്നെ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശരി സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വന്നു പോകും കേട്ടോ. അത് ഹിന്ദിയിലെ ഭാഗമാണ് എനിക്ക് പറഞ്ഞത്, മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.